ഒരു മിനിറ്റ് കൊണ്ട് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചാൽ എങ്ങനെയിരിക്കും? അടിപൊളിയായിരിക്കും അല്ലെ? ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബന്ധം കണ്ടെത്തി വിട്ടുപോയപ്പോൾ പൂരിപ്പിക്കണം. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആസിഡ്സും പിന്നെ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്, ഫുഡ് സബ്സ്റ്റൻസസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ്. അപ്പൊ അസറ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് എവിടെയാ? അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും അച്ചാറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളുണ്ട്. യെസ്, വിനേഗർ ആണ് അല്ലെ. വിനേഗറിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്, വിനാഗിരി എന്ന് പറയുന്നത്. ഇനി സിട്രിക് ആസിഡ് എവിടെയാ കാണപ്പെടുക? നമ്മളെ നാരങ്ങ വെള്ളം കുടിക്കാൻ, ഓറഞ്ച് കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ആളാണ് അല്ലേ. അപ്പൊ നമുക്ക് ലെമണെന്നോ ഓറഞ്ചെന്നോ ഒക്കെ എഴുതിയാൽ കറക്റ്റ് ആണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ ലെമൺ എന്ന് എഴുതി കൊടുക്കാം. ഇനി കേട് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്, തൈരിലും മോരിലും ഒക്കെ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? അത് ലാക്റ്റിക് ആസിഡ് ആണ് അല്ലെ. അപ്പൊ മക്കളെ, ഈ ഓരോ ഫുഡ് ഐറ്റംസിലുമുള്ള ആസിഡ്സിന്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ കുറെ ചോദ്യങ്ങളായിട്ട് മിസ് വരുന്നതായിരിക്കും. സോ പോകുന്നതിന് മുമ്പേ നമ്മുടെ ആപ്പിളിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് നിങ്ങൾ എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.